എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ചേച്ചിയുടെ പുത്രൻ സാധനങ്ങളൊക്കെ ആയിട്ട് കയറി വന്നു. ഞങ്ങൾ മലകൾ നടന്ന് മണ്ടയിൽ കയറി റോട്ടിൽ. 123 വ്ളോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് മലയുടെ വേറൊരു ചെരുവിലാ, നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ടെന്റ് പഴയ സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നു. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാ. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലെന്നേ. അതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടെ ഞങ്ങൾ ഇവിടെ അങ്ങ് നിൽക്കാൻ തീരുമാനിച്ചു. 3 ദിവസത്തെ പ്രോഗ്രാം അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. നല്ല ഭംഗിയായി കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനും ഒക്കെ. ഒന്നാമത്തെ കാര്യം, പുറത്തെ ഒരു ഒച്ച ബഹളം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. പുഴ ഒഴുകുന്ന ഒച്ച ഇവിടെ കേൾക്കാം കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിലെ ഒച്ചയാ ഇവിടെ കേൾക്കുന്നത്. ആ ഒരു മുഴക്കം പോലെ കേൾക്കാം. അങ്ങനെ മനസ്സൊക്കെ ശാന്തമാകും ഇവിടെ വന്നിരുന്ന. അതെ, നല്ലൊരു സ്ഥലം, നല്ലൊരു പ്ലേസ്. അപ്പൊ ഇന്ന് ഇവിടെ നിന്നിട്ട് പുതിയ സ്ഥലം കണ്ടുപിടിക്കണം. ഒന്നുകിൽ പുഴയിൽ പോകണം, ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വേറെ മാറി വേറെ സ്ഥലം തപ്പി ഈ മലയുടെ മണ്ടയ്ക്ക് ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോയി നോക്കണം. ഞങ്ങളും കയറിപ്പോയപ്പോൾ കണ്ടിരുന്നു. ഇനി ആ സ്ഥലം നമ്മുടെ പരിചയത്തിലുള്ളതാണോ എന്നറിയത്തില്ല. അതുകൊണ്ട് അവിടെ ചോദിക്കണം പോയി. അതുപോലെ വലിയ പെട്ടെന്ന് മഴയും കാറ്റൊക്കെ വന്നാൽ നമ്മളോട് മാറാൻ പറഞ്ഞാൽ നമ്മൾ നിർത്തേണ്ടി വന്നാൽ നിർത്തൂട്ടോ. അതെ, മുൻകൂർ പറയണം. അല്ലാതെ ഞങ്ങൾ ഉഡായ്പ് കാണിക്കണമെന്നൊന്നും അല്ല. വലിയ കാറ്റും മഴ വന്നാൽ ഇത് ഇടുക്കിയിലും എന്നാന്ന് പറയണേ, ഓറഞ്ച് അലർട്ട് അങ്ങനെയൊക്കെ വന്നാൽ ഞങ്ങൾ നിർത്തേണ്ടി വരുവേ. അപ്പൊ ഞങ്ങൾക്ക് നിർദ്ദേശം വരും. അന്നേരം നമ്മൾ നിർത്തേണ്ടി വരും. നിയമം എല്ലാവർക്കും ബാധകമാണ്. അതെ, അങ്ങനെയാണ് കഴിഞ്ഞ തവണ നിർത്തേണ്ട വന്നെ. മണ്ണിടിച്ചില് ഭീഷണി ഉള്ളയിടത്തുനിന്നും ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളയിടത്തു നിന്നും പുഴയെന്നൊക്കെ വീടുകളിൽ നിന്ന് വരെ ആളുകളെ മാറ്റി. അപ്പൊ പിന്നെ നമ്മൾ അവിടെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ മാറി. അങ്ങനെയാണ് ഞങ്ങൾ മാറിയത്. അതാണ് വീഡിയോ അത്ര താമസിക്കുകയും ചെയ്തത് കേട്ടോ. ഞങ്ങളുടെ കയ്യിലിരിപ്പല്ല, പ്രകൃതിയുടെ കയ്യിലിരിപ്പായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാട്ടോ. നിഷ അങ്ങ് പാൽക്കുളം മേട്ടയിലേക്ക് നോക്കി നിൽപ്പുണ്ട്, കയ്യൊക്കെ വിരിച്ച്. അവിടുന്ന് നല്ലൊരു കാറ്റ്, തണുത്ത കാറ്റ് വീശുന്നുണ്ടേ. നല്ല രസമായി ഇവിടുന്ന് നോക്കി നിൽക്കാൻ. അതുപോലെ നമ്മുടെ താഴെ പുഴ ഒഴുകുന്നത് കണ്ടോ. അടിപൊളി പാലമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അടുത്ത് നിൽക്കുമ്പോൾ ഭംഗിയില്ലല്ലോ, അകലെ നിൽക്കുമ്പോഴാണ് ഭംഗി. അതെല്ലാത്തിലും അതെ. കണ്ടോ, ഞങ്ങൾ സ്വർഗത്തിൽ നിൽക്കുന്ന പോലെ കേട്ടോ. സ്വർഗത്തിൽ നിൽക്കുന്ന പോലെ അല്ലേ? സത്യം. പറയാൻ പറ്റത്തില്ല, അത് വിവരിക്കാൻ പറ്റില്ലാത്ത ഒരു അനുഭവമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണേ. കാണാനൊക്കെ ബാക്ക് വശമൊക്കെ കണ്ടോ, പുഴ. നമ്മുടെ മറ സൈഡും താഴത്തേക്ക് മാത്രമല്ല മോൾ ഭാഗത്തേക്കും അടിപൊളി കേട്ടോ. കണ്ടോ, പച്ച പുതച്ച് നിൽക്കുവോ. നല്ല ഭംഗിക്ക്. മഴക്കാലമല്ലേ, നല്ല പച്ചപ്പ. ഈ മലയുടെ ടോപ്പ് ചെല്ലുന്ന ആ മലയുടെ മണ്ടയ്ക്ക് കണ്ടോ, അതിൻ്റെ മണ്ടയ്ക്കാണ്. അതിൻ്റെ മണ്ട വരെ കയറി പോകാൻ പറ്റുമായിരുന്നു. കണ്ടല്ലോ എന്തോ ഒരു ദൂരമാണെന്നറിയോ. ഇവിടുന്ന് നടന്ന് തീരില്ലെന്നേ. ഇന്നലെ മിച്ചം വന്ന കഞ്ഞിയാണ് ഇന്ന് പഴങ്കഞ്ഞിയായിട്ട് കഴിക്കുന്നു. പഴങ്കഞ്ഞി ചൂടാക്കി. അതുപോലെ തന്നെ കറിക്ക് വേണ്ടി പപ്പടം ഇന്ന് വറുത്തെടുക്കാൻ വേണ്ടി എണ്ണച്ചട്ടിക്കകത്ത് എണ്ണയും വെച്ച് പപ്പടം വറക്കാൻ വെച്ച്. ഞങ്ങൾ ഭക്ഷണമൊന്നും ഞങ്ങൾ പാഴാക്കുകയില്ല കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് കഴിച്ച് തീർക്കും. ഒരു ശകലം പോലും ഭക്ഷണം പാഴാക്കാറില്ല. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി മുളക് ചുട്ടെടുക്കും കേട്ടോ. മുളക്, ഉള്ളി. ഇന്നലെ കാന്താരി അല്ലായിരുന്നോ? ഉള്ളി ആ കരിക്കകത്ത് കിടപ്പുണ്ട്. ഉള്ളി കിടക്കുന്നു. ഒരു ചെറിയ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുന്ന രംഗങ്ങളാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്പൂണ് വെച്ചുള്ള അഭ്യാസം. രാവിലെ തന്നെ കഞ്ഞിയും പപ്പടവും ചമ്മന്തി അല്ലേ? പിന്നെ വേറെ അച്ചാറും കൂടെ ഉണ്ട്.
കണ്ടോ രാവിലത്തെ കാപ്പി, ചൂടൻ കഞ്ഞി എന്ന് പറഞ്ഞാൽ പഴയ കഞ്ഞി, പപ്പടം, അച്ചാറ്, ചമ്മന്തി. ഇതിൽ പരം വേറെ എന്ത് വേണം? എങ്ങനെയുണ്ട് കാപ്പി കൂടി? എങ്ങനെയുണ്ട്? സൂപ്പറാ. രാവിലെ അച്ചാറും മുളകും ചമ്മന്തി. നമുക്ക് കറി വെക്കാനേ ഇച്ചിരി കുറവുള്ളൂ കേട്ടോ. മീൻ താഴെ പുഴയിലാവുമ്പോഴത്തേക്കും മീൻ പിടിച്ച കറിയൊക്കെ വയ്ക്കുന്നതാണ്. രാവിലെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുതിയ ക്യാമ്പിംഗ് സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കി മുകളിലേക്ക് പോവാണ്, മലയുടെ മണ്ടയിലേക്ക്. ഇല്ല നിഷ? ഞങ്ങൾ മലകൾ നടന്ന് മണ്ടയിൽ കയറി റോട്ടിലെത്തി. കണ്ടോ ക്യാമ്പിംഗ് സ്പോട്ട് നോക്കി നടന്ന് മതിയായ റോട്ടിലെത്തി. ഇത് മുരിക്കാശ്ശേരി ചാലച്ചോട് റോഡ്. നടന്ന് ഇവിടെ ഒരു കുരിശുപള്ളിയുടെ അടുത്തെത്തി കേട്ടോ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. കടയുടെ അവിടെ നിന്ന് നല്ല കിടിലം വ്യൂ പോയിന്റ് കേട്ടോ, കാണാൻ നല്ല ഭംഗി. നിഷ അവിടെ നോക്കി നിന്ന് കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. പുതിയ ക്യാമ്പിംഗ് സ്പോട്ട് തപ്പി തെരഞ്ഞു കയറി വന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലെ ഒരു ചേട്ടൻ കണ്ടുകൂട്ടി. ഓക്കെ, ഞാൻ ചേട്ടനും ചേച്ചിനെ കണ്ടു. ഇവരോട് നമ്മുടെ ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജോൺസ്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. ആയിക്കോട്ടെ ചേട്ടേ. ഓക്കെ ഓക്കെ ചേച്ചി ആയിക്കോട്ടെ. ഓക്കെ നിഷതേ, ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. തുമ്പാറ വ്യൂ പോയിന്റിലെ ആൻഡപുരം പള്ളിയുടെ കുരിശുപള്ളിയാണെന്ന് തോന്നുന്നു. അതല്ലേ? അതെ. ഞങ്ങൾ നടന്ന് ഈ മലയുടെ മണ്ടയ്ക്ക് വരെ എത്തി കേട്ടോ. ഇവിടെ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് കാണാൻ സ്ഥലമുണ്ട്, ഇവിടെ ചായ കുടിക്കാൻ സ്ഥലമുണ്ട്. ഈ വ്യൂ പോയിന്റിലുണ്ടല്ലോ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഇവിടെ നിന്നാൽ ലോകം മൊത്തം കാണാം. ഞങ്ങളങ്ങനെ മലയുടെ കുന്നിൻ്റെ മണ്ടയിൽ കയറി വന്നു കേട്ടോ. അങ്ങ് താഴെ ഒരു വെള്ളച്ചാട്ടം, അതിന് താഴെ പാലം. എല്ലാ മലകളെക്കാളും ഉയരത്തിലെത്തി നമ്മൾ. ഇത് ഇങ്ങ് കാണുന്ന ഇടുക്കി ഡാം. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല, മേഘത്തിൻ്റെ അകത്ത് നിൽക്കുക. ഇവിടെ നിന്ന് കാണുമ്പോൾ കണ്ടോ ഇടുക്കി ഡാമും കാണാം. കാണുന്ന നിഷേ, എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? നിഷ നിൽക്കുന്നത് സ്ഥലം ഞാൻ കാണിച്ചു തരാവേ. ഞങ്ങൾ ഇതിൻ്റെ ഇങ്ങേ സൈഡിലേക്ക് മാറി. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട്. അത് ഇവിടെയാ. ആ മരത്തിൻ്റെ അവിടുന്ന് താഴത്തേക്ക് പോയാണ്ടല്ലോ, അങ്ങ് താഴെ പറമ്പുകൾ കാണാം. എന്നാ ഹൈറ്റാന്നറിയോ. പേടിയാവുന്നു ഇവിടെ നിന്നിട്ട് തന്നെ. ഞങ്ങൾ നിൽക്കുന്നുണ്ടോ ഒത്തിരി അകലോ അവിടെ നിന്ന്, പക്ഷേ പേടിയാവുന്നു ഇവിടെ നോക്കിയിട്ട്. ഇവിടുന്ന് ആകാശമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഈ കാണുന്ന സ്ഥലം ചേലച്ചോട് മുരിക്കാശ്ശേരി റൂട്ടിലാണ് കേട്ടോ, നമ്മുടെ ഇടുക്കി ജില്ലയിൽ. മലമുകളിൽ ഞങ്ങൾ കയറി പോയി നോക്കി, എല്ലായിടവും കയറി പോയി നോക്കി. എല്ലായിടത്തും കാറ്റാണ്, ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഓരോരുത്തരും ടെൻറ്റ് വെക്കത്തില്ല. അപ്പം അടുത്ത സ്ഥലം തപ്പി കണ്ടുപിടിക്കണം. ഇനി തിരിച്ചിറങ്ങി ചെന്നിട്ട് വേണം കഞ്ഞി കുടിക്കാൻ. ചെന്നിട്ടേ കറി വല്ലതും വെച്ചിട്ട് വേണം ചോറുണ്ണാൻ. അതുകൊണ്ട് ധൃതിയിൽ ഇറങ്ങി പോവുക. ഞങ്ങൾ മോളിൽ ചെന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചേച്ചിയുടെ പുത്രൻ സാധനങ്ങളൊക്കെ ആയിട്ട് കയറി വന്നു. പുള്ളി താഴെ അങ്ങനെ നിൽപ്പുണ്ട്, അടുത്ത് നിൽക്കുകയല്ല പുള്ളി. എന്നാണേലും ഞങ്ങൾ അടുത്ത് നിർത്തി വീഡിയോ എടുക്കും. ഇല്ലടാ, ഇതാണ് ചേച്ചിയുടെ മകൻ. കണ്ട മോൻ? കണ്ട? ഇതാണ് ഞങ്ങളുടെ പൊന്നപ്പൻ. അതുമില്ല പേര് അല്ലേ? ബാറ്ററിയൊക്കെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. തന്നോ?
കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങി മടുത്ത അവശതയായിട്ട് വന്നിരുന്നിട്ട് ദേ കുക്കിംഗ് പരിപാടി തുടങ്ങി. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം. ഇത് ചീരച്ചേമ്പ് ഇന്നത്തെ സ്പെഷ്യല്. അതെ, പോയ വഴിക്ക് പറിച്ചോണ്ട് ഇത് തണ്ടും ഇല ഒരുപോലെ കറി വെക്കുന്നതാണേ. സാധാരണ ചീര വെക്കുമ്പോൾ ഇതിന് പുളിയൊന്നും ഇറണ്ട. സാധാരണ നമ്മൾ ചീരത്തോരൻ വെക്കുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ചീരത്തോരൻ. കൊറേ കുനുകുനാന്ന് അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട്. തണ്ട് അപ്പൊ ഇന്ന് പോയ വഴിക്ക് കിട്ടിയതാണ്. ചീരച്ചേമ്പാണെങ്കിലും ചേമ്പ് താള് തോരൻ. അത് തന്നെ. മഴ പെയ്യുമെന്ന് ഓർത്തിട്ടുണ്ടല്ലോ, ഭയങ്കര വെയിലാ സംഗതി. മഴയൊട്ടും ഇല്ല താനും ഇല്ലേ? ടെന്റിന്റെ അകത്ത് ഇരിക്കത്തില്ല, ചൂട് കാരണം. നല്ല ചൂടാ. ഇത്രയും ദിവസം ഭയങ്കര കാറ്റും മഴയായിരുന്നു ഇവിടെ. ഞങ്ങള് ടെന്റിങ്ങിന് ഇറങ്ങി, മഴ നിന്നു. ആൾക്കാരെല്ലാം പറയണം മഴ കാണിക്കുന്നതാണ്. മഴയൊട്ട് പെയ്യണ്ടേ? ചെറിയ മഞ്ഞ് പോലെ പെയ്യും. പക്ഷെ ഇന്നലെ പിന്നെയും മഴയുണ്ടായിരുന്നു. ഇന്ന് നല്ല വെയില്. മഴ കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ മാറ്റാതിരുന്നത്. കുന്നുംപുറത്തെ മഴ ഒരു അനുഭവം ഒന്നും പറഞ്ഞോണ്ടിരുന്നതാ. അന്നേരം സംഗതി പണി വാളി. മഴയേ ഇല്ല. കണ്ടോ, വെയിലെന്ന് പറഞ്ഞ ഭയങ്കര വെയിൽ. എന്നാ ചൂടാന്നറിയോ? ഭയങ്കര ചൂടാ. ഒന്നാമത്തെ കാര്യം നമ്മള് പാറയുടെ മോളി, അത് കഴിഞ്ഞിട്ട് മഴമേഘം ആണോ? അത് മഴമേഘം ആണെന്ന് തോന്നുന്നു. നല്ല വെയിൽ, വെളുത്ത മേഘമാ. മഴയൊട്ട് ഇന്ന് പെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷെ കാറ്റുണ്ട് കേട്ടോ, ചെറിയ കാറ്റേ ഉള്ളൂ. എല്ലാം അരിഞ്ഞ് കൂട്ടി മൊത്തം വെച്ചു. അത് കഴിഞ്ഞതേ പരിപ്പ് കറി വെക്കാൻ വേണ്ടി പരിപ്പ് ഇത് വേവിച്ചു വെച്ചിരിക്കുന്നു. ദേ പരിപ്പ് കറി വെക്കാൻ തുടങ്ങുന്നു. മസാലക്കൂട്ടൊക്കെ ഇട്ട് ദേ പരിപ്പ് കറി റെഡിയായി വന്നു. സംഗതി ഒന്ന് തിളച്ചാൽ മതി. പിന്നെ ചോറ് വെക്കണം. വെന്തു വരുന്നുള്ളൂ. വെന്തു വാർത്തു. ആണോ? ചോറ് റെഡിയായി കേട്ടോ. ചോറ് റെഡിയായത് ഞാൻ കണ്ടില്ല. അപ്പൊ ഇനി ഒരു കറിയും കൂടെ വെക്കാനുള്ളൂ. ചീര കഴിഞ്ഞ് വേറെ ഒരു ഐറ്റം കൂടെ ഉണ്ട്. അതന്നെ, മുട്ടയായിരുന്നു അല്ലേ? ഓംലെറ്റ്. അത് ഞാൻ മറന്നുപോയി. മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന കാര്യം മറന്നുപോയി. മുട്ട അയച്ചുനി ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലെ ഇന്നും കൊടുത്തില്ല. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുട്ട ഓംലെറ്റ് അടിച്ചു കൊടുക്കാന്ന് വെച്ചു. ചീരത്തേരൻ ഉണ്ടാക്കുന്നതിൽ തേങ്ങയൊക്കെ ഇട്ടതേ. ചീരയല്ല, ചേമ്പന്താള് കറി. ഈ ചേമ്പ് സംഗതി അടിപൊളി കറിയായി. ഉച്ചക്കത്തേക്കുള്ള മുട്ട വറക്കാൻ ടമാർ പൊട്ടിത്തെറിച്ച് പൊട്ടിയില്ലേ? ഓ, ഞാനത് കുരുമുളക് പൊടി അടിപൊളി. മുട്ട വറക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, പുളിയെടുത്ത് തീറ്റയായിരുന്നു. അത് കണ്ടോ, ഉപ്പും കൂട്ടി. ഓ, പുളി അത് മാളംപുളി. എൻ്റെ പൊന്നോ, ഭക്ഷണം ചോറ്, മുട്ടക്കറി, മുട്ട വറുത്തത്, പരിപ്പ് കറി, പിന്നെ ആ തോരൻ. എന്നെങ്കിലും ആട്ടെ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം പയ്യെ കഴിക്കുന്നു. ചേമ്പുകാരൻ അടിപൊളി കേട്ടോ.
ഇത് ഞാൻ വീട്ടിൽ വെച്ചുണ്ടാക്കാറുണ്ടെന്നുണ്ട്. ഈ മനുഷ്യൻ കഴിക്കലെന്നെ മടിയാ ഇലക്കറികളൊക്കെ എങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം വിശ്രമിക്കണം. വിശ്രമിച്ചിട്ട് അടുത്ത പണി. അപ്പോൾ ഇന്ന് വൈകുന്നേരമായി കേട്ടോ. ഇപ്പം വൈകുന്നേരമായപ്പോൾ നിഷ വാരിക്കെട്ടി ഇറങ്ങി സംഗതി കുളിച്ചിട്ട് വരാൻ വേണ്ടി. ഞാനും കുളിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം ഒരു തുള്ളി മഴ പെയ്തില്ല. മഴ പെയ്യാതെ നമ്മൾ എങ്ങനെ മഴ കാണിക്കും? ഒരു രക്ഷയില്ല. മഴ കേട്ടോ പെയ്യുന്നുമില്ല. കുളിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകണം. ഇവിടെയൊക്കെ വെള്ളം ചെറിയ ഉറവേ ഉള്ളൂ. ഇനി പാറയൊക്കെ കണ്ടോ നല്ല ക്ലീനായിട്ട് ഉണങ്ങി. മഴ പെയ്യാത്തതുകൊണ്ടാണ്. കണ്ടോ ഒരു കാച്ചിൽ കയറി കിടക്കുന്നുണ്ടോ? നല്ലൊരു കാച്ചിലാണ് മണ്ട വരെ കയറി കിടക്കുന്നത്. ഈ പാറക്കയുടെ പുറത്തും കണ്ടോ അതിൻ്റെ ചോട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറിച്ചാൽ പുഴുങ്ങി തിന്നാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി ക്യാൻസൽ ചെയ്തു. കാച്ചിൽ വേവുമില്ല ഇനി. കുളിക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്ന സ്ഥലം കേട്ടോ ഇതാണ്. ഈ പാറപ്പുറത്ത് നിന്നാണ് കുളി. ചുറ്റും കാട്. കുളിക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട ഒരു സംഗതി കേട്ടോ. ഇത് കണ്ടോ തുളസിയാണ്. തുളസി അത് ഈ കാട്ടിൻ്റെ അകത്ത്. അത് അങ്ങ് മണ്ടയിലൊക്കെ കാണുന്നത് തുളസിയാണ്. ഇത് ഒറ്റ ചോടാന്ന് തോന്നുന്നു. ഒറ്റ ചോടാണെങ്കിൽ ഇത്രയും വലിയ തുളസി ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രദേശം മൊത്തമുണ്ട്. അതെ പിടിച്ചതേ നല്ല മണം കേട്ടോ. ആ തുളസിയെ പിടിച്ചതേ. തീരെ പൊടി വാൽമാക്കറി കുഞ്ഞുങ്ങൾ കണ്ടോ ഓടി ഓടി പോവാ. തീരെ പൊടികളാണ്. അത് ഇച്ചിരി വെള്ളം നനവുള്ളിടത്തൊക്കെ പമ്മിയിരിക്കുക. ഈ വലിയ ഇലയായിട്ട് നിൽക്കുന്ന ചെടി കണ്ടോ? ഇത് ഞങ്ങൾ പറയണത് മുരുത്തോൻ എന്നാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്നാന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞങ്ങൾ പറയണ മുരുത്തോനാണ്. ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, തൊലി പൊളിച്ചു കഴിഞ്ഞാൽ ഒരു 6-7 അടുക്ക് വള്ളി നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. എന്നാ ബലമാണെന്നറിയോ? പൊട്ടുകല, കയറിനേക്കാളും ബലമാണ്. അത് വള്ളി പൊളിച്ചെടുത്തത് ഒന്ന് പിരിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ കൈ മുറിയുമല്ലാതെ ഒരു രക്ഷയില്ല, പൊട്ടുമില്ല. ചെറിയ നമ്മുടെ തലമുടി നാര് പോലെ കീറി എടുക്കുകയും ചെയ്യാം. അവിടെ മാത്രമല്ല കേട്ടോ, മൊത്തം ഇവിടെ എല്ലാം തുളസിയുണ്ട്. ഇതെല്ലാം ആ തുളസിയാണ്. വെള്ളം ഒഴുകുന്ന ചാലിലായതുകൊണ്ട് നല്ല തഴച്ച് വളർന്നു നിൽക്കുക. ഓ എൻ്റെ ദൈവം എന്നാ മണമെന്നറിയോ? ഇതുണ്ട, ഇതെല്ലാം തുളസിയാണ്. ഇത് തുളസി. ഇതുണ്ട പൂത്ത് നിൽക്കുന്നത്. കുളിയും കഴിഞ്ഞ് സുന്ദരി കുട്ടിയായി മല കയറുന്നുണ്ട്. അമ്മോ, ഇവിടുന്നൊക്കെ വെള്ളം ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ ഇച്ചിരി പാട് വിടും അല്ലേ? ആ മോളിൽ ചെല്ലണം, നമ്മുടെ ടെൻറ്റിൻ്റെ അവിടെ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ. അതെ പാൽച്ചായ. ഒന്ന് കട്ടൻ ചായക്ക് പകരം വെറൈറ്റി ആയിക്കോട്ടെ ഒന്ന് പാൽച്ചായ. പിന്നെ അത് സുഖിയൻ കൊച്ചു വന്നപ്പോൾ കൊണ്ടുവന്നാ. സുഖിയൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പാൽച്ചായ ആക്കിയത്. പിന്നെ അത് ചക്കപ്പഴവും കൊണ്ടു തന്നു. സന്ധ്യയായി തുടങ്ങി. നല്ല കാറ്റുണ്ട്, മഴയില്ല. രാത്രി മഴ പെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ. നല്ല മഴക്കാർ കയറി വരുന്നുണ്ട്. ഇത് മൊത്തം കരയുന്ന ചീവീടാ. ഭയങ്കര ചീവീടിന്റെ അല്ലേ? രാത്രിയാകുമ്പോ തവളായ, പകല് ചീവീട്. വലിയ കാട്ടിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചീവീടിന്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവൂ. നമ്മുടെ സമയം ശരിയല്ല, അല്ലെങ്കിൽ നമുക്ക് നെല്ലിക്കൊക്കെ കിട്ടില്ല.
ഈ നെല്ലിക്കയുടെ സീസൺ ആകുമ്പോൾ വരണം ഇവിടെ ചേച്ചിയുടെ എടുത്ത് നെല്ലിക്ക പറിക്കാൻ ഇഷ്ടംപോലെ നെല്ലിമരമുണ്ട്. ഒന്നിലും കായില്ല. അങ്ങനെ ത്രിസന്ധ്യാ സമയമായി. മൊത്തം ചെറിയ ഒരു ഇരുട്ട് വീണ് തുടങ്ങി. ആകാശം മുഴുവൻ മഴക്കാർ കയറി. നിഷദേ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നു. ഇന്ന് രാത്രിയിലെ ഭക്ഷണം ഉപ്പുമാവാണ്. അതും നുറുക്കുഗോതമ്പിൻ്റെ ഉപ്പുമാവ് തന്നെ. ഇന്ന് നമ്മൾ തേങ്ങ ഇട്ടാണ് ഉണ്ടാക്കണേ. തേങ്ങ ഇട്ട നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ്. ഉപ്പുമാവ് അങ്ങനെ റെഡി. ഇനി അത് കഴിച്ചാൽ മതി. ഞങ്ങൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ പോവാ കേട്ടോ. ഉപ്പുമാവാണ്, ഉപ്പുമാവ്. നല്ല തേങ്ങ ഇട്ട സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവ്. അതെ. നല്ലതാണല്ലോ. അതിലും തേങ്ങയുടെ ടേസ്റ്റ് വരും. ഇന്ന് രാത്രിയിൽ ചെറിയ രീതിയിലുള്ള ഭക്ഷണ രീതിയാക്കി. ആ കുന്നും മലയൊക്കെ കയറി നടന്നിട്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. എല്ലാ വലിയ കുന്നായിരുന്നു പറയല്ലേ, പാറയും. ആ കൂടെ തെന്നലുള്ളതുകൊണ്ട് നമ്മൾ ബലം പിടിച്ചല്ലേ നടക്കണതാ. പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. നിങ്ങൾക്ക് പേടി തോന്നിയ? നല്ല രസമായിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത് പുളിയൊക്കെ കിട്ടി, ഒരു മാങ്ങ കിട്ടി. ഞാനും അതൊക്കെ തിന്ന് കയറിപ്പോയി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പയ്യ ടെൻറ്റിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നു. പുറത്ത് ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പും ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. ഡിസംബർ മാസത്തെ പോലെ തണുപ്പാണ്. എന്നാന്നറിയത്തില്ല, മഴയേ ഇല്ല. ഒരു തുള്ളി മഴ പെയ്യാത്തോണ്ടാണ്. ചാറ്റൽ മഴയെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നും ഒരു മഴയും പെയ്തില്ല. അതെ. മഴ കാണിക്കണമെന്നും പറഞ്ഞ് ഒത്തിരി പേര് പറയുന്നുണ്ട്. പക്ഷെ മഴ വേണ്ടേ നമുക്ക് കാണിക്കാൻ? അതാ കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ തോരാത്ത മഴയായിരുന്നു അല്ലേ? അന്നാണെങ്കിൽ പിന്നെ ഭയങ്കര കാറ്റും. ഇന്ന് ഞങ്ങള് പുതിയ സ്ഥലം നോക്കി ഈ മലമണ്ടയിലൊക്കെ കയറി ഇറങ്ങി നോക്കി. പക്ഷെ മലമണ്ടയിലെല്ലാം ഭയങ്കര കാറ്റ്. അവിടെയൊക്കെ ഭയങ്കര വേനക്കാറ്റ് വീശുന്ന പോലെ ഭയങ്കര കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടെ അങ്ങ് ടെൻറ്റ് വെക്കത്തുമില്ല. ഇനിയിപ്പം വീണ്ടും പുഴയിലേക്ക് പോകേണ്ടി. അപ്പോൾ പുഴയിൽ മഴയില്ലാത്തതുകൊണ്ട് വെള്ളപ്പൊക്കം ഒന്നും പേടിക്കണ്ട. അപ്പോൾ ഇനി അടുത്തത് പുഴയിലാണേ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. പറയാനുള്ളത് കുറച്ച് പേര് പാർട്ട് 12 കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ ഹായ് പറയാൻ വേണ്ടി. അവരുടെ പേരാണ്. അവരുടെ പേരൊന്ന് പറയാം കേട്ടോ. ആദ്യം ഒരു വിശ്വസുണ്ട്. ഒരു വെഡിങ് ആനിവേഴ്സറി ബൈജു ബബിത തെങ്ങിലക്കടവ്. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അത് തന്നെ. പിന്നെ ഗിഫ്റ്റി, ആമിന മാലോ, ബിൻസി രാജൻ, ഷീജ കമൽ സൗദി, സിൻസൺ. ഇടുക്കിക്കാർക്ക് വലിയൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇടുക്കിക്കാർക്ക് ഒരു വീക്കായി. നമ്മളും ഇടുക്കിക്കാരാണ്. ലിൻഡോ ആബേൽ തൊടുപുഴ, അമ്പിളി അനിൽ, ജയകുമാരി, സുനി തോമസ്, റോസ്ലി വർഗീസ്, രാജു, അഭിഷ, അജീഷ, ഷീജ, രാജു, ടിസമോൾ, ബാബു തോമസ്, റിയാസ് മുനീർ, പാണ്ഡികശാല, സാറ തൊടുപുഴ, ശ്രീലത, ജിമ്മി ആറ്റിങ്ങൽ, ബിജു കെ എ, ആനവിലാസം കട്ടപ്പന, സിജി മനോജ്, കിച്ചു, ദിയാമോൾ, അനൂപ്, അഖില, കാർത്തിക, അയാൻ, സജിത, മുളമുക്ക് നെടുമങ്ങാട്, നിതിൻ, ക്രിസ്റ്റിമോൾ ദുബായ്, അദ്വൈത്, കുഞ്ഞിലക്ഷ്മി, ചന്ദ്രൻ തിരുവില്ലാമലയുടെ പേരക്കുട്ടികൾ.
അന്ന പാറത്തോട് ഇടുക്കി, ഫൈദാമോൾ വയനാട്, ഹെലൻ ലിനോ ജാനു, രതീഷ് തൊടുപുഴ, ഋതു ട്രിവാൻഡ്രം, ഹംദാൻ ഹനാൻ, ഇർഷാന യാസിൻ, ശ്രീകാന്ത്, ഷീബ UK, ശ്യാം ധന്യ പത്തനാപുരം, വിനയൻ മകൾ ആരാധയ്ക്കും ഭാര്യയ്ക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്, യൂസഫ് കടാമ്പുഴ പാങ്, ജയരാജ് ഒറ്റപ്പാലം, ഇഷാൻ ദേവ്, ഇഷർജ് ദേവ്, അഞ്ജു ശ്രീനിവാസ്, സൗദിയിൽ നിന്ന് അച്ഛൻ്റെ വക ഹായ്, ബിബി മാത്യു, സെൽവൻ. ഇത്രയും പേരേ ഉള്ളൂ കേട്ടോ. പേരേ ഉള്ളൂ. അത്രയും പേർക്കും ഞങ്ങളുടെ ഹായ്. പിന്നെ ഇനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പുഴയിലേക്ക് വയ്യ അങ്ങ് പോകും. ഇവിടുന്ന് സ്ഥലം മാറി പോവാം. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലെന്ന്, ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. നല്ല സ്ഥലമാണ്, നല്ല സ്ഥലമാണ് കാണാനും എല്ലാം. കാലാവസ്ഥ കൊണ്ടും വലിയ കുഴപ്പമില്ലാത്ത, തൊട്ടടുത്തൊക്കെ വെള്ളമുണ്ട്. താഴെ പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം, നല്ല ശുദ്ധവെള്ളത്തിന് വേണ്ടി കുറച്ചൊക്കെ നടക്കേണ്ടി വരും. പുഴയിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്ക വെള്ളമൊക്കെ ആയിട്ടില്ലേ. തെളിഞ്ഞ വെള്ളമാണെങ്കിൽ പുഴയിലെ വെള്ളം ഉപയോഗിക്കാം കേട്ടോ, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത വെള്ളമാണ്. പെരിയാറല്ലേ, പെരിയാറാണ്. ഇവിടെ അങ്ങനെ മാലിന്യങ്ങളൊന്നുമില്ല വെള്ളത്തിൽ. പക്ഷെ ഇവിടെ എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, ശാന്തിയും സമാധാനമുണ്ട് അല്ലേ. താഴെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഈ മീൻപിടുത്തക്കാരെപ്പോഴും വരും. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. ഇവിടെ ആകുമ്പോ ആരും വരുന്നുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ രണ്ടും മാത്രം ഈ മലമണ്ടയില്. അതൊരു വേറൊരു അനുഭവമാണ്. അപ്പൊ ഇനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം. അതിനു മുമ്പ് ഇവിടെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. എല്ലാം വിരിച്ച് റെഡിയാക്കി എന്നിട്ട് വേണം കിടക്കാൻ, കിടന്നുറങ്ങണം. സ്ലീപ്പിംഗ് ബാഗ് വിരിക്കുവേ. ടെന്റിന്റെ അകത്ത് ചൂടായതുകൊണ്ട് ഇന്ന് സെറ്റർ ഇടുന്നില്ല. സെറ്റർ ഞാൻ തലക്കി വെക്കും. അപ്പൊ നാളെ കാണാം. ഓക്കെ ടീക്കെ.
നിഷേ ഗുഡ് മോർണിംഗ്. നേരം വെളുത്തു കേട്ടോ, പരപരാ വെളുത്തു. എന്നാലാണ് ഞാൻ പരപരാ നേരം വെളുത്തപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റു കേട്ടോ. ഇതവിടെ മുഴുവൻ മേഘം പോയിക്കൊണ്ടിരിക്കുക, ചെറിയ മേഘങ്ങൾ. രാവിലെ തന്നെ പുറത്തേക്ക് നോക്കിയാൽ മഞ്ഞിങ്ങനെ ഒഴുകി പോകുന്നു. മനോഹരമായൊരു സുപ്രഭാതം. രാവിലെ തന്നെ അടുപ്പിൻ്റെ അകത്ത് തിരി പിടിപ്പിച്ച് കട്ടൻ ചായ വയ്ക്കാനുള്ള പരിപാടിയാണ്. രാവിലെ നന്നായിട്ട് വെയിൽ ഉദിച്ചു. രാവിലെ അല്ല കേട്ടോ, നല്ല പോലെ വെയിലായി. 8-9 മണി കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ. അന്നേരം നമ്മൾ രാത്രിയിൽ അങ്ങനെ ഉറക്കം കുറവല്ലേ? രാവിലെ എഴുന്നേറ്റിട്ട് ഒറ്റ ഉറക്കം ഉറങ്ങിയതാ. രാവിലെ എണീറ്റിട്ട് കിടന്നുറങ്ങും. അത് എണീക്കുമ്പോൾ ഇച്ചിരി വൈകും. അമ്മ ഭയങ്കര പുകയാണല്ലോ. കാറ്റാ. കട്ടൻ ചായ തിളച്ചു, നല്ല അടിപൊളിയായിട്ട് തിളച്ചു. കാപ്പിക്ക് പുട്ടാണ്. പുട്ടുണ്ടാക്കാൻ വേണ്ടി ഇതേ തേങ്ങ ചിരണ്ടുന്നു. പുട്ട് റെഡി. പപ്പടം പറക്കാൻ വേണ്ടി ഇത് എണ്ണ വെച്ചിരിക്കുന്നു. നമ്മൾ കുറച്ച് എണ്ണ എടുത്തോളേ, ഒത്തിരി എടുത്താൽ വേസ്റ്റായി പോവില്ലേ. കട്ടൻ ചായക്ക് പകരം പാൽ ചായ. സാധാരണ എന്നും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ കുടിക്കാറ്. ഇന്ന് നേരെ തിരിഞ്ഞ് ഇന്ന് പാൽ ചായയാക്കി. അതും രാവിലെ കുടിക്കുന്നതിന് പകരം നമ്മൾ കാപ്പിക്ക് ആയിട്ട് കുടിക്കുന്നു. കണ്ടോ, രാവിലെ വിഭവ സമൃദ്ധമായ കാപ്പി കുടിയാണ്. പഴം, പാൽ ചായ, പപ്പടം, പുട്ട്. നിഷയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാടി? അതെ, 2 ദിവസം ഇച്ചുവിന് ഇഷ്ടമുള്ള ഗോതമ്പ് മാവ് നമ്മൾ ഉണ്ടാക്കിയ ഞാൻ കഴിച്ചു. പക്ഷെ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആണ് പുട്ടും പഴം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമാണ് പുട്ടും പഴവും. അവിടെ ഇന്ന് എനിക്ക് പുട്ടും പഴം ആയതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ കാപ്പി കുടിച്ചേക്കാം. കുടിക്കാ. കാപ്പി കുടിച്ചോ. കുറച്ച് പുട്ടെടുക്കുക, കുറച്ച് പഴം എടുത്ത് പീച്ചുക, എന്നിട്ട് പിന്നുക. ഓ, എല്ലാ ടേസ്റ്റ് എന്നറിയോ. രാവിലെ കാപ്പി കുടിച്ചിട്ട് വേണം ഈ ടെൻ്റൊക്കെ കഴിക്കാനും ഇവിടെ എല്ലാം പാക്ക് ചെയ്യാനും. പാക്ക് ചെയ്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. എല്ലാം അടുത്ത സ്ഥലത്ത് പറയുന്നത് പാതാളത്തിലാണ്, അവിടെ വരെ ഇറക്കണം. അത് നല്ല ദൂരമുണ്ട് ഇറങ്ങിപ്പോവാൻ.
വെച്ചേടം ക്ലീൻ. ഒരു സാധനമില്ല, ഒരു പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല. ടെൻ്റൊക്കെ പാക്ക് ചെയ്തു, സാധനങ്ങളൊക്കെ താഴെ ഇറക്കി, ഈറ്റയൊക്കെ കെട്ടിവെച്ചു. നിഷതേ എന്തോ നോക്കി നിൽക്കുന്നു അല്ലേ? ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലെന്നേ ശരിക്കും പറഞ്ഞാൽ. ഹായ്, ഞങ്ങളങ്ങനെ ദേ ഈ സ്ഥലം വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എല്ലാം പാക്ക് ചെയ്തു അല്ലേ? എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇവിടുന്ന് ടൂർ പോയ ഒരു സ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ഫീലാട്ടോ, പോകാനൊരു വിഷമം. സത്യം, ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര ശാന്തതയായിരുന്നു അല്ലേ? അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ ഭയങ്കര ഒരു സങ്കടം പോലെ. എന്നാണേലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. അതാണ്. അപ്പോൾ ഓക്കെ ടീക്കേ.